ഡയമണ്ട് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിഴി റിയാക്ഷനാണ് ഒരു റോസ്റ്റ് വീഡിയോ, ഫിലിമി ഷേക്ക്. നമ്മളിപ്പോൾ ആ ഒരു ചാനലിൽ അങ്ങോട്ട് കൂടിയിരിക്കുകയാണ്. ഭയങ്കര എൻജോയ്മെന്റ് ആണ് ഓരോന്നും കാണുമ്പോഴേ. അതെ, നല്ല രസമാണ്. നമ്മൾ റോസ്റ്റ് വീഡിയോ ഒരുപാട് കാണാറുണ്ട്, പക്ഷെ ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര വൈബാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിംഹാസനം. തുടങ്ങാം. സിംഹാസനത്തിൽ ഞങ്ങൾ ഉപവിഷ്ടനാകാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, തുടങ്ങി. ഇരിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പറ്റുമെന്നറിയാം, മുള്ളൊക്കെ കുത്തുന്നു. ഓക്കെ, എല്ലാത്തിനും നല്ല പടങ്ങൾ വരുമ്പോ നീ ആരാ? നല്ല പടമായത്. ഓഹോ, Once upon a time when Prithviraj was trying to be the Talapati of Mollywood. തന്റെ സ്റ്റാർഡം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി കേരള ബ്രഹ്മാണ്ഡ ഡയറക്ടർ ഷാജി കൈലാസിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് മാറാൻ തമ്പുരാൻ നരസിംഹം പോലൊക്കെ ഒരു പടം വേണമെന്ന് പറയും. ഇത് കേട്ടതും ഷാജി അണ്ണൻ അങ്ങനെ നാടുവാഴികളുടെ പ്ലോട്ടിൽ ഷാജി അണ്ണൻ തന്റെ പഴയ ഐറ്റംസ് ഒക്കെ ഇട്ട് കൂട്ടിയടിച്ചപ്പോൾ കിട്ടിയ ഐറ്റമാണ് സിംഹാസനം. സോ ഗൈസ്, ഇത് ബേസിക്കലി നാടുവാഴികൾ പ്ലസ് ആറാം തമ്പുരാൻ പ്ലോട്ട് ആണല്ലോ. അപ്പൊ നമുക്ക് എന്തൊക്കെയാ വേണ്ടേ? ഭയങ്കര പവർഫുൾ ആയ ഒരു ഫാദർ, വന്നിരിക്കുന്നു മാധവേട്ടനെ കാണാൻ. ഹീസ് ആൻ ആൾട്ടർനേറ്റ് ഗവൺമെന്റ്. ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു സൺ. അയ്യോ അച്ഛാ, ഞാന് പഠിക്കുകയായിരുന്നു. അങ്ങനെ അവന്റെ ഡാഡ് തട്ടിപ്പോവുന്നു. അതിന് പ്രതികാരം തീർക്കാൻ വേണ്ടി വരുന്ന മോൻ. പ്രതികാരം ഇനി എനിക്ക് വ്രതമാണോ? ഇനി ആറാം തമ്പുരാനിലേക്ക് വരാം. ഉത്സവം നടത്താൻ നിൽക്കുന്ന തമ്പുരാൻ. ക്ഷേത്രത്തിലെ ദേവന് ചാർത്താനുള്ള തിരുവാഭരണം ദേശക്കാർ ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ്. ഒരു നാടൻ നായിക, പിന്നെ ഒരു മോഡേൺ നായിക. ഇതിലെന്റെ ക്യാരക്ടറിന്റെ പേര് ലക്ഷ്മി എന്നാണ്. ഇതിലെന്റെ ക്യാരക്ടറിന്റെ പേര് നന്ദന എന്നാണ്. ആൻഡ് ലോട്ട് ഓഫ് ആചാരം ആൻഡ് ജാതീയത. ശാസ്ത്രമാണ് വലുത്. ശാസ്ത്രം എന്ന് വെച്ചാ ഇവിടെ ആചാരം അത്രേ ഉള്ളൂ. ഇനി പൂണൂല് ധരിക്കുക. അപ്പൊ കഥയിലേക്ക് വന്നാൽ ഷാജിയണ്ണന്റെ പടമാണല്ലോ. അപ്പൊ നമുക്കൊരു സാധനം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. എന്ത് വരിക്കാശ്ശേരി മന കിട്ടില്ലെന്നോ? നടക്കില്ല, ഷൂട്ടിംഗ് നടക്കില്ല. പേടിക്കണ്ട ഗൈസ്, വരിക്കാശ്ശേരി മനയുണ്ട്. സ്വന്തമായിട്ട് ആനയൊക്കെയുള്ള തറവാടാ ചന്ദ്രഗിരി ചുബ്രമണി. ഈ തറവാട്ടിലാണ് വെള്ളാപ്പള്ളി നടേശൻ, സോറി ചന്ദ്രഗിരി മാധവൻ താമസിക്കുന്നത്. ആ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എല്ലാവരും കൂടി മാധവന്റെ അടുത്തേക്ക് വരും. ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല, ഞാൻ പാറമല ചാടിച്ചാവും. ചാടിച്ചാവുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കടാ, നമ്മളെല്ലാം ഒരു ദിവസം ചാവും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അങ്ങനെ എല്ലാവർക്കും വേണ്ടപ്പെട്ട അറിയപ്പെടുന്ന ഒരാളാണ് മാധവേട്ടൻ. അതുകൊണ്ട് തന്നെ മൂപ്പറിന്റെ മോൻ അത് വൻ സീനാണ്. ഇപ്പൊ ഒരു കടയിൽ പോയി സിഗരറ്റ് വാങ്ങാന്ന് വെച്ചാൽ അപ്പൊ കടക്കാരൻ ചോദിക്കും, ബീവറേജിൽ ക്യൂ നിന്നാലോ? അങ്ങനെ നാട്ടിലെ ഉത്സവം ആഘോഷിക്കാൻ രാജുവേട്ടൻ ചന്ദ്രഗിരി തറവാട്ടിലേക്ക് വരികയാണ്. ഏതായാലും നാളത്തെ ദിവസം 6 മണിക്ക് ഞാൻ പോകുന്നു. ഉത്സവം ആഘോഷിക്കലൊന്നല്ല മൂപ്പറുടെ ഉദ്ദേശം. തറവാട്ടിലൊരു ചിക്കുണ്ടേ. ഇതേ സമയം തന്നെയായിരിക്കും രാജുവേട്ടന്റെ ബാംഗ്ലൂരിലെ കാമുകിയും ഉത്സവം ആഘോഷിക്കാൻ വേണ്ടി വരുന്നത്. ആരാ? അച്ചുവിനെ അറിയില്ലേ? അച്ചു, അർജുൻ, അർജുൻ മാധവ്. ആൻഡ് ഇവർ രണ്ടുപേരും കൂടി രാജുവേട്ടന് വേണ്ടി അടിയാവും. ഇവർ 3 പേരും കൂടി ഒരു ജോ ഡ്രോപ്പിംഗ് സോങ് ആണ് ഇനി. സീരിയസ്ലി ഗൈസ്, പൃഥ്വിരാജ് സോങ്ങിൽ തൊള്ള പൊട്ടിയിട്ടില്ല. ഈ അപരാധം ഇവന്മാര് തെലുഗുല് ഇറക്കി. അങ്ങനെ റൊമാൻസും ആഘോഷവും ഒക്കെ അടിച്ചു പൊളിച്ച് പോകുമ്പോഴാണ് സായ്കുമാർ പണ്ട് ഇവിടുന്ന് നാട് കടത്തിയ ഒരാളുടെ മക്കൾ റിവെഞ്ചിനായി വരുന്നത്. യെസ് ഗൈസ്, ദേവ്ജി ആൻഡ് ബ്രദേഴ്സ്. ഇവരുടെ അധോലോകത്തിന്റെ പേരാണ് അന്നപൂർണ. അന്നപൂർണയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല, ഒന്നും. അവര് നാട്ടിലൊരു പുതിയ പോലീസിനെ ഇറക്കും, ദ കിങ് ഖാൻ. റിയാസ് ഖാൻ.
ഇറ്റ്സ് നോട്ട് ഫെയർ. റിയാസ് ഖാൻ ഒരു കള്ളനോട്ട് കേസ് ഉണ്ടാക്കി സായികുമാറിനെ ജയിലിലിട്ടിട്ട് നല്ല ഇടി കൊടുക്കും. ഇതറിഞ്ഞതും രാജുവേട്ടൻ കുറച്ച് നാട്ടുകാരെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും. എന്റെ അച്ഛനെ കണ്ടിട്ടേ ഞാൻ പോകും. കണ്ടോ? അങ്ങനെ നാട്ടുകാരുടെ പ്രഷർ മൂലം രാജുവേട്ടന് സായികുമാറിനെ കാണാനുള്ള ചാൻസ് കിട്ടും. അടികൊണ്ട് പഞ്ചറായ സായികുമാറിനെ കണ്ടതും രാജുവേട്ടൻ ആകെ കലിപ്പായി റിസോ ഖാനെ കാണാൻ പോവും. എന്നിട്ട് പറയും, ഞാനിപ്പോ പോകുന്നു. നല്ല മകൻ. പിന്നെ മിടുക്കനായ ഒരു വക്കീലിനെ വെച്ചിട്ട് രാജുവേട്ടൻ സായികുമാറിനെ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കും. മനസ്സിലായി. ഈ സമയത്താണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നത്. ഏതനുല നന്ദയ്ക്ക് 21 വയസ്സ് തികയും. ഹാപ്പി ബർത്ത്ഡേ എന്ന് വെച്ചാ സെറ്റിൽ ആവാനുള്ള പ്രായം. യെസ്, നന്ദയ്ക്ക് 21 വയസ്സായുണ്ട്. രാജുവേട്ടനെ കല്യാണം കഴിച്ച് സെറ്റിൽ ആവണം അത്രേ. ബട്ട് ഗൈസ്, രാജുവേട്ടന്റെ ഡാഡി ആ ലച്ചുവിനായിട്ട് രാജുവേട്ടന്റെ കല്യാണം പണ്ടേ ഉറപ്പിച്ചു വെച്ചതാ. അങ്ങനെ രാജുവേട്ടൻ നന്ദയെ ഉപേക്ഷിച്ച് ലച്ചുവിനെ സ്വീകരിക്കും. അച്ഛനെ മറികടന്ന് ഒന്നും ചെയ്യില്ല. സംഭവം അതൊന്നല്ല. എനിക്ക് പേടിയാ. പടക്കം വെടിക്കട്ടെ. യെസ്, ഷീ ഹേറ്റ്സ് വെടിക്കെട്ട്. അതുകൊണ്ട് നൈസായിട്ട് രാജുവേട്ടൻ അങ്ങ് ഒഴിവാക്കിയതാ. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സായികുമാർ സമയം നോക്കാൻ വേണ്ടി ഒരു ജോൾസിന്റെ അടുത്ത് പോവുക. അപ്പൊ ജോൾസ്യം പറയും, ചോദിച്ചു പോയവൻ ഓമ്പി. അതേ പറഞ്ഞിരിക്കുന്നത് അച്ചിട്ടായിരിക്കണേ. ഇതൊക്കെ നമ്മൾ ജ്യോതിഷത്തിൽ നിന്നും കണ്ടു എടുത്ത ഒരു വെറൈറ്റി ഐറ്റമാണ്. ഇതിനുശേഷം രാജുവേട്ടന് ദേവ്ജിയാൻ ബ്രദേഴ്സിനോട് വൻ റിവെഞ്ച് ആവും. ബട്ട് ഗൈസ്, അവരുടെ കുടുംബ ജോത്സ്യം പറയും, അരുത്, ഇപ്പോ മനസ്സിൽ പോലും പകയരുത്. ഉത്സവം വരെയാണ്, ഉത്സവം കഴിയുന്നവരെ കയ്യാങ്കളി ഒന്നും പാടില്ലാന്ന്. ഇത് കേട്ടിട്ട് ആകെ ഡെസ്പായ രാജുവേട്ടൻ ദേവ്ജിയാൻ ബ്രദേഴ്സിന്റെ എല്ലാ കമ്പനികളും പൂട്ടിക്കാൻ തുടങ്ങും. ഓരോരുത്തരെയും ശിക്ഷിച്ചിരിക്കും ഞാൻ. മാത്രമല്ല സായികുമാർ മരിച്ചതിന് ശേഷം രാജുവേട്ടനാണ് ഇപ്പൊ നാട്ടിലെ മെയിൻ യുവ രാജാവ്, ദേവസേനാപതി. ഈ സമയത്താണ് ആ അന്നപൂർണ അധോലോകം അവിടെയുള്ള നാട്ടുകാരുടെ സ്ഥലമൊക്കെ കൈയടക്കി അന്നപൂർണ വക എന്നൊരു ബോർഡങ്ങ് വെക്കും. അപ്പൊ നാട്ടുകാരൊക്കെ കൂടി രാജുവേട്ടനോട് പോയി പറയും ഈ സ്ഥലം ഒന്ന് ഒളിപ്പിച്ചിരണം, കാരണം ഇപ്പൊ അവിടുത്തെ രാജാവാണല്ലോ. അങ്ങനെ രാജുവേട്ടൻ അവിടെ ചെന്നിട്ട് സ്ഥലമൊക്കെ ഒളിപ്പിച്ചിട്ട് ചന്ദ്രഗിരി വക എന്നൊരു ബോർഡങ്ങ് വെക്കും. ചോദിച്ചു പോയവൻ ഓമ്പി. അങ്ങനെ ഇരിക്കെ ജോത്സ്യം പറയും, ഉത്സവ ദിവസം എങ്ങെത്തി. അപ്പൊ നാളെ രാവിലെ നമുക്ക് ഒരു അഭിഷേകമുണ്ട്. എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ. കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടിന്ന് തോന്നുന്നു. ഈ സമയത്താണ് ദേവ്ജി ബ്രദേഴ്സ് ആ കാര്യം അറിയുന്നത്. ജോത്സ്യം പറഞ്ഞുകൊണ്ട് ഉത്സവം തീരുന്നവരെ രാജുവേട്ടൻ ഒരാളെയും തല്ലില്ല എന്ന്. ഇതറിഞ്ഞതും ദേവ്ജി ബ്രദേഴ്സ് കുറെ ഗുണ്ടകളെ രാജുവേട്ടനെ കൊല്ലാൻ വേണ്ടി വിടും. എല്ലാത്തുനിന്നും രാജുവേട്ടൻ ഒഴിഞ്ഞു മാറുകയാണ്. അയ്യോ, ജോത്സ്യന് വെട്ടേറ്റു. വെട്ടുകൊണ്ടതും ജോത്സ്യൻ ഇനി വ്രതമൊന്നും നോക്കണ്ട, കേറി അടിച്ചോന്ന്. അത് പാപമല്ല, യജ്ഞമാണ്. ജയിച്ചു. അങ്ങനെ രാജുവേട്ടൻ എല്ലാത്തിനും ഇടിച്ചു വീഴ്ത്തുകയാണ്. അവസാനം സിദ്ധിക്കണ്ണനെ ചന്ദ്രഗിരി സുബ്രഹ്മണ്യെ കൊണ്ട് ചവിട്ടിപ്പിക്കും. പത്മനാഭ, തീർത്ത് കളഞ്ഞേക്കിവനെ. പടം കഴിഞ്ഞ് ഓർ ബൈ മീൻസ് ഓഫ് എനി ആനിമൽ അവനെ നമ്മൾ അടപടല പൂട്ടും. ഈ പടത്തിന് നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ ഒരു 4-5 പടം ഒരൊറ്റ ടിക്കറ്റിൽ കാണാം. മാത്രമല്ല ഷാജി കൈലാസിന്റെ വെഡിങ് ആൽബം മാസ് എഫക്ട്സ് ദർശിക്കാനും ഒരു അവസരമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ ചില കല്യാണ വർക്ക് ഉണ്ടല്ലോ ഇതുപോലെ ചെയ്തു. അത് ആ ഒരു ടൈമിലൊക്കെ ഇത് തന്നെയായിരുന്നു ട്രെൻഡിങ്. ഈ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമ കേട്ടോ, സത്യത്തില് ദൈവമേ അന്ന് പറയാൻ പറ്റില്ല. ആദരാഞ്ജലി നേരിട്ട് അന്നൊക്കെ നമ്മളിങ്ങനെ എന്താ പറയാ, ഒരു സിനിമ മിസ് ചെയ്യില്ല. ഇപ്പഴതിന് മാറ്റം അല്ല, ഇപ്പോഴും മാറ്റമില്ല. മറ്റേ ഡെയിലി പോവായിരുന്നു, ഇതിപ്പോ റിലീസിന് മാത്രമല്ലേ പോവുള്ളൂ. മറ്റത് ഇന്നിപ്പോ ഒരു സിനിമ ഉണ്ടെങ്കിൽ അടുത്ത സിനിമ, അതായത് ഒരു സിനിമ ഒരു ദിവസം പോയി കാണും, അതിന് പിറ്റേ ദിവസം അടുത്ത തിയേറ്ററിൽ പോകും. അതായത് കണ്ടിന്യൂസ് സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ വരുന്ന റിലീസ് ഡേറ്റുകൾ മാത്രമല്ലേ പോകും. ഇതതിന് ശേഷം രണ്ടാമത് പോയി കാണും. മറ്റേ താന്തോന്നിയൊക്കെ 4 പ്രാവശ്യം കണ്ടാണ് തിയേറ്ററിൽ കേട്ടിട്ടുള്ളത്. ആ
അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നീ ഒരു സിനിമയായിരുന്നു. താൻ തോന്നിയാണോടാ? പിന്നെ തീർച്ചയായിട്ടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയായിരുന്നു. അതുകൊണ്ട് അത് ഒരുപാട് പോയി കണ്ടിട്ടുണ്ട്. ഓക്കെ. പക്ഷെ ഇത് കണ്ടതിന് ഞാൻ ഖേദിക്കുന്നു. താൻ തോന്നി അന്ന് ഹിറ്റാണ്. ഹിറ്റാണ്. പിന്നീടാണ് അത് ഇപ്പത്തെ ഒരു ലെവലിലേക്ക് മാറിയപ്പോഴാണ് അത് ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് വൻ ഹിറ്റായ സിനിമ കേട്ടോ താൻ തോന്നി. അതിനുശേഷം പിന്നീട് വരുമ്പോ അങ്ങനെയാണല്ലോ. പക്ഷെ ഇത് അന്നും ഇത് തന്നെയായിരുന്നു അവസ്ഥ, ഇന്നും ഇത് തന്നെയാണ്. കാരണം ഈ പറഞ്ഞത് തന്നെയാണ്, 4 സിനിമയോ 5 സിനിമകളോ കാണുന്ന പോലെയാണ് ഓരോ സീനുകളും അതേപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുക. അതും ആള് ചെയ്ത സിനിമകളെ മിക്കതും. അതെ, അതിൽ സത്യം അത്രേ ഉള്ളൂ. അതായത് അതിലാ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയായിട്ടൊരു പാട്ടുണ്ടല്ലോ രണ്ടുപേരും, ഇത് നാടൻ പെൺകുട്ടി മോഡേൺ പെൺകുട്ടി, ഇവര് തമ്മിലുള്ള ഫൈറ്റിന്റെ ഇടയിൽ നാവ് കൊണ്ട് ഒരു പെൺകുട്ടിയുടെ ഒരു മുഖം കാണിച്ചില്ല സോപ്പ് ഇട്ടിട്ട്, അതാണ് ഷാജി കൈലാസ് നമ്മളെ മുമ്പിൽ നിന്ന് കാണിക്കുന്നത്. സത്യം കിട്ടിയില്ലേ, ഞാൻ ഇറങ്ങി പോയിക്കോളി എന്നൊക്കെ ബോധിച്ചില്ലേ? ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് വളരെ തന്നെ വരാം. ബൈ ബൈ.